Hi my dear students, once again welcome back to application of integrals. ഇന്ന് നമ്മുടെ ഈ ആറാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ തുടർച്ചയായ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസുമായിട്ട് ബന്ധപ്പെട്ട് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് അതാണ് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 15 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ദിവസം വരെ ചെയ്ത് നിർത്തിയിരുന്നത്. നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ലൈങ് അബവ് ദി എക്സ് ആക്സിസ് and included between the circle x square plus y square is equal to 8x and the parabola y square is equal to 4x. മക്കളെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഫൈൻഡ് ദി ഏരിയ ലൈങ് അബവ് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ മേളിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് y ആക്സിസ്. Included between the circle x square plus y square is equal to 8x. x square plus y square is equal to 8x എന്ന് പറയുന്ന സർക്കിൾ ആണ്. ആൻഡ് പരാബോള y square is equal to 4x. ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. y square is equal to 4x. ബട്ട് x square plus y square is equal to 8x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരയ്ക്കുമെന്നതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അതൊന്നെടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. -8x = 0 എന്ന് എഴുതാം അല്ലേ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ -8x പ്ലസ് ഞാനൊരു ഇത് രണ്ടും ഒരുമിച്ച് എഴുതി. ഇതിനെ ഒരു 16 ഇവിടെ ആഡ് ചെയ്യുന്നു. പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. നാച്ചുറലി നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം, എന്തിനാണ് സാർ ഇങ്ങനെ ഒരു 16 അപ്പുറയും ഇപ്പുറയും ആഡ് ചെയ്തത്? അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. ഈ 16 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടുകയില്ലേ എന്നുള്ളൊരു കൺക്ലൂഷനാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത്. എന്തിനാണെന്ന് നമുക്ക് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാകും. ഇതിനെ നമുക്ക് x - 4 the whole square plus y square is equal to 4 square എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് നമ്മൾ a - b the whole square എന്ന ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a square that is x square minus 2x into 4 8x plus 16 no same plus y square is equal to 4 square. ഇത് എന്തിനാണ് ഇങ്ങനെ എഴുതി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ ആയിട്ടുണ്ടാവും. കാരണം this is the form x minus h the whole square plus y minus k the whole square is equal to r square, right? x minus h the whole square plus y minus k the whole square is equal to r square എന്ന് പറയുന്ന സർക്കിളിന്റെ ഇക്വേഷന് സിമിലർ ആണ്. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ HKയും അല്ലെ HK എന്നുള്ള കോർഡിനേറ്റും r എന്ന് പറഞ്ഞാൽ റേഡിയസും ആണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആ രീതിയിലേക്ക് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു 16 ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തത് വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. നൗ ദിസ് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് HK യുടെ സ്ഥാനത്ത് 4 0 ആണ്. ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ എളുപ്പമായി. സെന്റർ 4 0 ഉള്ള ഒരു സർക്കിൾ ആൻഡ് റേഡിയസ് 4 ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമായി. ഇനി y square is equal to 4x എന്നുള്ളത് നമുക്കറിയാം. y square is equal to 4x എന്നുള്ളത് പരാബോളയാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ x - 4 the whole square plus y square is equal to 16 എന്നുള്ള സർക്കിളിനാണ് റെഡ് കളറിൽ കാണപ്പെടുന്നത്. കണ്ടോ? ഓക്കെ, സർക്കിളായി. y square is equal to 4x എന്ന് പറഞ്ഞ പരാബോളയായി ഗ്രീൻ കളറിൽ. നമ്മളോട് ഇപ്പോൾ ഫിഗർ നമുക്കായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ലൈങ് അബവ് ദി എക്സ് ആക്സിസ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് പരാബോള. നോക്കാം, നമുക്ക് തിരിച്ചു വരാം. സർക്കിളിലും പരാബോളയ്ക്കും ഇടയ്ക്ക്. അപ്പോൾ എബോവ് ദി എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇവിടെ വരുള്ളൂ. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ 4 0 ആണ്. ഇതാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 യൂണിറ്റ്. അപ്പോൾ x - 4 എന്ന് പറയുമ്പോൾ സെന്റർ 4 0 ഇവിടെ റേഡിയസ്. ഓക്കെ,
ഇനി നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദി പരാബോള. ഈ പരാബോള എന്ന് പറഞ്ഞു പോകുന്നത് ഇങ്ങനെ പോകുന്ന സാധനം, ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ അറിയാം, പരാബോളയുടെ എക്സ്റ്റൻഷൻ ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇതിവിടെ എങ്ങും തീരുന്നില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോവാം. ഇനി ഈ പരാബോളയ്ക്കും ആൻഡ് ദ സർക്കിൾ, സർക്കിളിനും ഇടയ്ക്കുള്ള ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദി പരാബോള ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ എന്താണ്, ഈ ഒരു ഭാഗമാണ് അല്ലേ, ഈ ഒരു ഭാഗം. എബവ് ദി എക്സ് ആക്സിസ് മീൻസ് ഈ ഒരു ഭാഗമാണ്. ഞാനതൊന്ന് ഷെയ്ഡ് ചെയ്യാം, രണ്ടായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയിട്ടുണ്ടാവും. പരാബോളയ്ക്കും സർക്കിളിനും ഇടയ്ക്കുള്ള ഏരിയ, ഇത് പരാബോള, ഇത് സർക്കിൾ, രണ്ടിനും ഇടയ്ക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. മക്കളെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് പരാബോളയുടെയും സർക്കിളിനും ഇടയ്ക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഏരിയ. ഓക്കെ, ഇനി ഈ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നോക്കാം. നമുക്കറിയാം ഇവിടെ വേരി ചെയ്യുന്ന എന്താണ്, എക്സ് ആണ് അല്ലേ. ഇവിടെ വേരി ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ നോക്കി, എക്സ് വേരി ചെയ്യുന്നത് ഞാൻ രണ്ട് കളറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇതാണ് അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഫസ്റ്റ് എക്സ് ആക്സിസ് ആൻഡ് എബവ് എക്സ് ആക്സിസ് ആൻഡ് ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് കൂട്ടിമുട്ടും. അപ്പോ ഈ ഒരു ഭാഗം നോക്കിക്കേ മക്കളെ, കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഗ്രീൻ കളറിലുള്ള പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളറിലുള്ള പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയ. അപ്പൊ അവിടെ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി, ഈ പരാബോളയുടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനകത്തുനിന്ന് y കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഏരിയ അണ്ടർ ദി പരാബോള കിട്ടും. എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലെ എക്സ് കോർഡിനേറ്റ് വരെ അത് നമുക്ക് കണ്ടുപിടിക്കാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് ഈ പോയിന്റ് മുതൽ ബി എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അതെന്തും ആയിക്കോട്ടെ, അവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഏരിയ റെഡ് കളറിൽ. ആ റെഡ് കളറിലുള്ളത് ഫിഗറിൽ തന്നെ വളരെ ക്ലിയർ ആണ്. റെഡ് കളറിലുള്ളത് സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ എക്സ് വേരി ചെയ്യുന്നു. സർക്കിളിന്റെ ഇക്വേഷനകത്തുനിന്ന് y കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഏരിയ ആവും. അപ്പൊ നമുക്കതിനെ ആൾജിബ്രായിക്കലി കണ്ടുപിടിക്കാം. ഇത് ഫിഗറിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാം. ഫിഗർ നിങ്ങൾ വരച്ചിടണം, ഫിഗറിന് മാർക്കുള്ളതാണ്. ഫിഗർ വരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ സർക്കിളിന്റെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് y ഒന്ന് കണ്ടുപിടിക്കാം. പരാബോളയുടെ ഇക്വേഷനകത്ത് നിന്നും y ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ തന്നിരിക്കുന്ന ഇതാണ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ സർക്കിള്. സർക്കിളിനകത്ത് നിന്ന് ഞാനൊന്ന് y കണ്ടുപിടിക്കാം ഇതിനകത്ത് നിന്ന്. അപ്പോൾ എനിക്ക് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓർ y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ ഞാൻ y1 എന്ന് വിളിക്കുവാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ രണ്ടാമത്തെ കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പരാബോളയാണ്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് y കണ്ടുപിടിക്കുന്നു. സോ നമ്മുടെ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 4x. സ്ക്വയർ റൂട്ട് ഓഫ് 4x നമുക്കറിയാം, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 2 റൂട്ട് x എന്ന് വരും. ഇതിനെ നമുക്ക് രണ്ടാമത്തേതിനകത്തുള്ള അർത്ഥത്തിൽ y2 എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കാർവായി. ഇനി നമുക്ക് നമ്മൾ ആസ് യൂഷ്വൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മുടെ പോയിന്റ് ഓഫ് കണ്ടുപിടിക്കാം. അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ y1 ഈക്വൽ ടു y2. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ y1 ഈസ് ഈക്വൽ ടു y2. y1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പോൾ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു y2 2 റൂട്ട് എക്സ്. നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോവും, ഇവിടുത്തെയും റൂട്ട് പോവും. അപ്പോൾ എന്താകും, 4 സ്ക്വയർ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, അത് എഴുതണേ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്.
squaring both sides. So 4 square minus x minus 4 the whole square is equal to 4x, right? Yes. ഇനി നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതിയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 ഇസ് ഈക്വൽ ടു 4x. എല്ലാം കൂടെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് മൈനസ് പ്ലസ് 8x മൈനസ് 16 മൈനസ് 4x ഇസ് ഈക്വൽ ടു 0. ഈ 16 കട്ടായി പോവും. അപ്പോൾ നമുക്ക് 8x മൈനസ് 4x, പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ കൂടെ ഉണ്ട്, അത് മൈനസ് എക്സ് സ്ക്വയർ ആണ്, 0. 8x മൈനസ് 4x ഈസ് 4x. സോ 4x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് പുറത്തെടുക്കുകയാണെങ്കിൽ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഐദർ എക്സ് ഈക്വൽ ടു 0 ഓർ 4 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് either x equal to 0 or x is equal to 4, right? അപ്പോൾ നമുക്ക് കുട്ടിമുട്ടിയ പോയിന്റിലെ കോർഡിനേറ്റ്സ് ആയി x equal to 0 ആയിരുന്നു, x equal to 4 അടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ കുട്ടിമുട്ടിയ പോയിന്റ്. ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഈ പോയിന്റിൽ 0 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ എക്സിന്റെ കോർഡിനേറ്റ് 4 ആയതുകൊണ്ട് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുന്ന ലൈൻ ആയതുകൊണ്ട് ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആണ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4 ആണെങ്കിൽ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് 4 എന്ന് അങ്ങനെ നമുക്ക് ഫിഗറിൽ നിന്നല്ലാതെ നമുക്ക് ഗ്രാഫിൽ നിന്ന് മീൻസ് നമ്മുടെ ആൾജിബ്രാക്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഈ പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം. ആ പോയിന്റിന് ഞാൻ ഇ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 0 ആണ്. ഇത് നമുക്കറിയാം, ഇത് ഒറിജിൻ ആണ്. ഒറിജിൻ ആയതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് 0 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഏരിയ OEBO, അത് ഈ ഏരിയ പ്ലസ് ഇത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. OEBO എന്ന് പറഞ്ഞ ഫസ്റ്റ് ഏരിയ പ്ലസ് പിന്നെ ഈ EDBE എന്ന് പറഞ്ഞ ഈ സെക്കൻഡ് ഏരിയ, ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫിഗറിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ഏരിയ ഒന്ന് എഴുതാം. Therefore the required area is equal to ആദ്യത്തേത് നമ്മുടെ ഫിഗറിൽ നോക്കിയ ആ ഒരു ഏരിയ എന്ന് വേണേൽ എഴുതാം. OEBO പ്ലസ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ EDBE ആ ഒരു ഏരിയ. ഇനി ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു, നമ്മുടെ പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയ. എക്സ് വേരി ചെയ്യുന്ന 0 മുതൽ 4 വരെ. ഓക്കെ, അപ്പോൾ പരാബോളയുടെ അണ്ടറിൽ 0 to 4 പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് y2 എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്. പരാബോളയ്ക്കകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതെ y2 is equal to 2 root x. അതുപോലെ തന്നെ മറ്റേതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചാണ് y1 is equal to 4 square minus അതാണ്. അപ്പോൾ അതും കൂടെ നോക്കി വെച്ചോളാം. അപ്പോൾ ഇത് നമുക്ക് y2 dx പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയ, ദാറ്റ് ഈസ് y2 dx പ്ലസ് ദെൻ 4 to അതിൻ്റെ 8 ആണ് അല്ലേ. നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അതുകൊണ്ട് സെൻറ്റർ 4 ആയതുകൊണ്ട് നമ്മുടെ ഫിഗറിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഇത് 4 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 4 യൂണിറ്റും കൂടെ കൂടുമല്ലോ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാരണം സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞത് 4 ആണ്, അത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ 4 ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 + 4 0 ആണ്. 4 + 4 ദാറ്റ് ഈസ്, അതായത് ഇത് 4
ഇത് 4 സെൻറ്റർ, അതിനൊരു 4 യൂണിറ്റ് കൂടെ കൂടും. സോ 4 + 4 8 എന്ന് വരും. അപ്പോൾ നമ്മൾ പോയിന്റ് എടുക്കുമ്പോൾ 4 to 8 y1 dx. ഓക്കെ, ഇത് നമ്മൾ കൊടുത്താൽ മതി മക്കളെ. ദാറ്റ് ഈസ് 0 to 4 y2. അപ്പോൾ നമ്മൾ പറഞ്ഞു y2 = 2√x ആണ്. പ്ലസ് 4 to 8 y1ൻ്റെ നമ്മൾ പറഞ്ഞു 4² മൈനസ് x - 4 the whole square. നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, അത് തെറ്റിപ്പോയാൽ നമ്മുടെ വാല്യൂ പോകും. ഇവിടെയുണ്ട് y1 = 4² മൈനസ് x - 4 the whole square. 4² മൈനസ് x - 4 the whole square. രണ്ടാമത്തേത് y2 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 2√x. അപ്പോൾ അത് രണ്ടും സെയിം ആണ്, 2√x. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി മക്കളെ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നാക്കാം. 2 പുറത്തെടുത്തിട്ട് √x-ൻ്റെ x⁻²² dx പ്ലസ് ഇത് 4 to 8 തന്നെയാണ്, അത് മാറ്റമില്ല. ഇത് നമുക്ക് √a² മൈനസ് ആ ഫോർമുല 4² മൈനസ് x - 4 the whole square എന്നുള്ള ഫോർമുല ആണ്. ഇവിടെ ഒരു dx വിട്ടുപോയി, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു x⁻²²ൻ്റെത് ഒന്ന് കൂടും 3/2/3/2 ലിമിറ്റ് 0 to 4 പ്ലസ് ഇത് a² മൈനസ് x² എന്നുള്ള ഫോർമുല. സോ ഇറ്റ് ഈസ് x/2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് x - 4 ആണ്. നമുക്കറിയാവുന്ന ഫോർമുല a² മൈനസ് x²ൻ്റെ ഫോർമുലയാണ് √dx-ൻ്റെത് x/2 ഇൻറ്റു √a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, x/2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x - 4 ആണ്. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. സോ x - 4/2 ഇൻറ്റു ഇത് അതുപോലെ തന്നെ 4² മൈനസ് x - 4 the whole square പ്ലസ് a² that is 4² സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് x - 4 എയുടെ സ്ഥാനത്ത് 4 ലിമിറ്റ് 4 to 8. ഓക്കെ മക്കളെ, ജസ്റ്റ് ദി ഫോർമുലയുടെ ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 മേലെ ചെല്ലും, അപ്പോൾ 4/3 എന്നാവും. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 4⁻³ മൈനസ് 0 പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്ത് വരും? 8 ആണ്. 8 - 4/2 ഇൻറ്റു √4² മൈനസ് 8 - 4 the whole square പ്ലസ് 4² that is 16/2 sine inverse x minus 8 minus 4/4. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് 4 - 4 0 എന്നാവും. ഇപ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകും. ഇത് പ്ലസ് 4² that is 16/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് 0 ആവും. അപ്പോൾ 4 സൈൻ ഇൻവേഴ്സ് 0 എന്നാവും. ഓക്കെ മക്കളെ, സോ ഇറ്റ് ഈസ് 4/3 ഇൻറ്റു 4⁻3/2നെ നമുക്ക് 4 ഇൻറ്റു √4 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 8 - 4 ഈസ് 4, 4/2 ഈസ് 2 ഇൻറ്റു ഇത് നമുക്കറിയാമല്ലോ 8 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4² - 4² എന്ന് വരും, അത് 0 ആവും. പ്ലസ് 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. 8 - 4 ഈസ് 4, 4/4 ഈസ് 1 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് 4/3 ഇൻറ്റു 4 ഇൻറ്റു 2 8 എന്ന് വരും. ഇത് 0 ആയിപ്പോയി. പ്ലസ് 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. സൈൻ്റെ ഏത് വാല്യൂവിനാണ് 1 വരുന്നത്? നമുക്കറിയാം, ദാറ്റ് ഈസ് π/2. സോ അതിനെ നേരിട്ട് എഴുതാം. Because the reason is sin inverse 1 is equal to നമുക്കറിയാം that's equal to π/2 ആണ്. So it is π/2. That's why. Okay മക്കളെ, so that is equal to 8 into 4 32. So 32/3 plus ഇത് ക്യാൻസൽ ആയി പോയിട്ട് 4 വരും. So 4π. So that's the final answer.
32/3 പ്ലസ് 4π. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മൾ സിംപ്ലിഫിക്കേഷന് വരുന്ന ഇത്തിരി ടൈം എടുക്കുന്നതേ ഉള്ളൂ, ബാക്കി പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഗർ വരയ്ക്കുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ഫിഗർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പലതവണ റിപ്പീറ്റുകൾ ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ലൈൻ ബിറ്റ്വീൻ ദി കർവ്സ് y² = 4x and y = 2x. രണ്ട് കർവ്, അതിൽ ഒരെണ്ണം നമുക്കറിയാം, y = 2x is a straight line ആണ്. y² = 4x എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമാണ്, ദാറ്റ് ഈസ് എ പരാബോള ആണ്. അപ്പോൾ പരാബോളയും ഈ ലൈനിനും ഇടയ്ക്കുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കർവിനകത്ത് നമുക്ക് y കണ്ടുപിടിക്കാം. y² = 4x മീൻസ് implies y = square root of 4x, that is 2√x എന്ന് എഴുതാം. ഇനി നമുക്ക് y1 എന്ന് വിളിക്കാം, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ അടുത്ത കർവ് y = 2x ആണ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് y ആയതുകൊണ്ട് y2 എന്ന് വിളിക്കാം, അതിനെ 2x, ഇക്വേഷൻ നമ്പർ 2. ഇനി as usual at the point of intersection എന്താ സംഭവിക്കുന്നത്? y1 = y2 ആണ്. y1 = y2 ആണ്. y1 എന്ന് പറഞ്ഞാൽ 2√x = 2x. 2 കട്ടായി പോവും. ദാറ്റ് മീൻസ് √x = x. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എംപ്ലോയീസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ x ആവും, ഇവിടെ x² ആവും. ഓക്കെ, ദാറ്റ് ഈസ് x - x² = 0. ദാറ്റ് എംപ്ലോയീസ് ഒരു x പുറത്തെടുക്കുകയാണെങ്കിൽ 1 - x = 0. ദാറ്റ് മീൻസ് either x = 0 or x = 1 എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. y² = 4x എന്ന് പറഞ്ഞുള്ള പരാബോളയാണ്, നമുക്കറിയാം. പരാബോളയാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഈ പരാബോളയും ആൻഡ് ദ ലൈൻ y = 2x. y = 2x എന്ന് പറയുന്ന ലൈനാണ് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് ഇതാ കണ്ടുപിടിക്കണം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായാലോ മക്കളെ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ ഷെയ്ഡ് ചെയ്തിടുക. പരാബോള വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, ലൈനും പരാബോളയും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് x = 0യും അടുത്ത x = 1ഉം. അപ്പോൾ ഈ പോയിന്റ് 0 ആണ്, നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇത് 1 ആണ്, ഇത് 1 ആണ്. ഇനി നോക്കിക്കേ, അപ്പോൾ x വേരി ചെയ്യുന്ന ഈ 1 തന്നെ ആയിരിക്കും ഈ അതിൻ്റെ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റ്. അപ്പോൾ നമ്മൾ ആ ലൈൻ എന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ x വേരി ചെയ്യുന്ന 0 മുതൽ ഈ 1 വരെയാണ് വേരി ചെയ്യുന്നത്. ഇനി അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് അത് കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയ, പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, അതിൽ നിന്നും ഇനി ഈ ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ അതങ്ങ് കുറച്ചാൽ പോരെ. ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇത് കുറയ്ക്കുമ്പം കിട്ടുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഭാഗം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പരാബോളയുടെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ കുറയ്ക്കും. സെയിം ലിമിറ്റ് തന്നെ. അപ്പോൾ പരാബോളയെ നമ്മൾ ഫസ്റ്റ് ലൈൻ എടുത്തിരിക്കുന്നത് ഇക്വേഷൻ y1 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയയിൽ നിന്നും ഇതങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ y1 ഉം y2 കൂടി ഉണ്ട്. സോ പരാബോളയുടെ ഏരിയ ഇൻ്റഗ്രൽ ഏരിയ റിക്വയർഡ് ഏരിയ പരാബോളയുടെ ഏരിയ 0 to 1 ആണ്. y1 മൈനസ് y2 dx. ഓക്കെ മക്കളെ, that's equal to 0 to 1. y1 എന്ന് പറഞ്ഞാൽ 2√x ആണ്, മൈനസ് 2x ആണ് dx. ഓക്കെ, that's equal to രണ്ട് ഇൻ്റഗ്രലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 0 to 1 2 into √x dx മൈനസ് 0 to 1 2
പുറത്തെടുക്കാം, അവിടെയും 2 ഇൻറ്റു എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെയാണ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. -2 ഇൻറ്റു ഇത് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും, ലിമിറ്റ് 0 to 1. ഓക്കെ, so that's equal to 2 into x raised to 3/2 divided by 3/2 limit 0 to 1 minus 2 ഈ 2 കട്ട് ആയി പോക്കോളും, x സ്ക്വയർ വരും 0 to 1. ഓക്കെ ഓക്കെ, സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇത് തിരിച്ച് വരും, ദാറ്റ് ഈസ് 2/3 എന്ന് വരും, എക്സ് റൂട്ട് എക്സ് ലിമിറ്റ് 0 to 1 മൈനസ് ഇവിടെ എക്സ് സ്ക്വയർ ആണ് 0 to 1. ഓക്കെ, സോ ഇറ്റ് ഈസ് 4/3 ഇൻറ്റു ഇതിന് മാത്രമേ ഉള്ളൂ, ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ ഒന്ന് മാറിപ്പോയി, ഇതിന് മാത്രമേ ഉള്ളൂ 2/3 എന്നുള്ളത്. ഓക്കെ, സോ 4/3 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 1 അപ്പർ ലിമിറ്റ് കൊടുക്കും, ദാറ്റ് ഈസ് 1 തന്നെയാണ്, മൈനസ് 0 മൈനസ് ഇത് 1 മൈനസ് 0, സോ ഇറ്റ് ഈസ് 4/3 മൈനസ് 1 ദാറ്റ് ഈസ് 4/3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ, that is equal to 4 minus 3/3 that is equal to 1/3. So the area is 1/3. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം ഇത്തരത്തിൽ ഈ പ്രോബ്ലംസിനെ നമ്മളൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമ്മൾ ചെയ്യുന്നതാണ് y2 മൈനസ് y1 അല്ലെങ്കിൽ y1 മൈനസ് y2, ഏതായാലും കുഴപ്പമില്ല, അത് ഗ്രാഫിൽ നോക്കി നമുക്ക് കിട്ടും. അതിനു മുമ്പ് നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കുക, ഇത് ചെയ്യുക, നമുക്ക് ആൻസർ ആയി. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പലപ്പോഴും പല എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കുറേയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.